പറയുള്ളൂ. അല്ലാതെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു നോക്കിയത്. ആദ്യം ഞാൻ മൈക്ക് തന്നാൽ ഞാൻ ഒരുപാട് നേരം സംസാരിക്കുന്നു പറഞ്ഞിട്ടായിരിക്കും മൈക്ക് എന്റെ ഭാഗത്തോട്ടേ അടുക്കുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് അടുത്തത്. തിരിച്ചൊരു ഗുഡ് ഈവനിങ് ആയിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഗുഡ് ഈവനിങ് ആണല്ലോ ഞാൻ പറഞ്ഞത്. ആണോ? ഇത് കേട്ടില്ല ഇങ്ങോട്ട്, അതുകൊണ്ടാണ്. ടെസ, ലാലുവേട്ടൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി, ഇപ്പം ടെസ വീണ്ടും പറഞ്ഞു, ഒരു പ്രോഗ്രാമിന് സെൻറ്റ് ട്രേസസ് കോളേജിലെ ഒരു പ്രോഗ്രാമിന് ജഡ്ജ് ചെയ്യാൻ പോയപ്പോൾ അവിടെ വെച്ച് കൂവുന്നവരുടെ ഇടയിൽ ടെസയെ കണ്ടുവെന്നും അങ്ങനെയാണ് ലാലുവേട്ടന് ടെസയെ ഒന്ന് നോട്ട് ചെയ്തെന്നും വീണ്ടും പട്ടാളം എന്ന് പറയുന്ന സിനിമയിലെ നായികയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ടെസയുടെ മുഖം മുന്നിൽ വന്നുവെന്നും ടെസ അതിനകത്ത് കാസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയറിൽ പെൺപിള്ളേർ കൂവാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാനേ പോകുന്നില്ല. അഥവാ കൂവിയെ തന്നെ ഞങ്ങളെ നോട്ട് ചെയ്യാൻ ഇവിടെ ഡയറക്ടർ ലാൽജോ സാറല്ലേ ഉണ്ടാവുക, വേറെ ചിലരൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൂവലും ബഹളവും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലോ ഞങ്ങളുടെ കാര്യം എന്താ? അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണില്ല. അപൂർവ ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ടെസയ്ക്ക് കിട്ടിയത്. അതായത് ഒരു അടിപൊളി ക്യാമ്പസ് കിട്ടിയതോ? അതല്ല, പറഞ്ഞു വരട്ടെ. ഒരു അടിപൊളി ക്യാമ്പസ് ജീവിതത്തിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു താരനിരയിലേക്ക് ഉയരുക, അതും ലാൽജോ സാറിനെ പോലുള്ള നല്ല ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ സൂപ്പർ മെഗാ സ്റ്റാർ മമ്മൂട്ടി സാറിന്റെ നായികയായി തന്നെ പെർഫോം ചെയ്യാന്നൊക്കെ പറയുന്നത്. അല്ല, ഇത് അസൂയ കൊണ്ടാണോ ടെസയോട് ചോദിക്കുന്നത്? കുറച്ചില്ലാതില്ല. അല്ല, ഇനി കൂവാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചാ എല്ലാരും. എന്താണ് ടെസയുടെ അനുഭവം? ഇപ്പോ മമ്മൂക്കൊപ്പം അഭിനയിക്കാൻ കിട്ടിയ ഒരു ചാൻസ്, അതൊരു അനുഭവമായിരുന്നു അല്ലേ? തീർച്ചയായും. അപ്പൊ ആദ്യം ഞാൻ വന്നപ്പോഴും മമ്മൂട്ടി എന്നൊരു വ്യക്തിയെ ഞാൻ ഭയപ്പെട്ടിരുന്നില്ല. പക്ഷെ മമ്മൂട്ടി എന്നൊരു കലാകാരനെ ഞാൻ വളരെ അധികം ഭയപ്പെട്ടിരുന്നു. അത്ര ഭീകരനായിരുന്നോ? എന്താ പ്രശ്നം? ഈ കല എന്ന് പറഞ്ഞ വലിയൊരു ആയുധം മമ്മൂക്കയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒന്നും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ആദ്യമായിട്ട് വന്ന ഈ സിനിമ തന്നെ ഒരു മെഗാ സ്റ്റാറിന്റെ കൂടെയും ഒരു ഹിറ്റ് മേക്കർ ഡയറക്ടറിന്റെ കൂടെയും ഒരു നല്ല ടീമിന്റെ കൂടെ ആയിരുന്നു. വാസ്തവമാണ്. ബിജുവേട്ടനുണ്ടല്ലോ. അപ്പൊ നല്ലൊരു ടീമെന്ന് ഞാൻ പറഞ്ഞില്ല, അതിൽ ബിജുവേട്ടൻ ഉൾപ്പെടും. അതെ, ബിജുവേട്ടൻ ഉൾപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ആദ്യം ഒരു ഭയമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ടീമിലേക്ക് ഫസ്റ്റ് ടൈം വരുമ്പോൾ എങ്ങനെയാണ് നമുക്കൊന്നും അറിയില്ല. ആദ്യമായിട്ട് ചാനലിൽ നിന്ന് നേരെ ഒരു ഗോണി കയറുകയാണെങ്കിൽ സാധാരണ പടിപടിയായിട്ട് കയറേണ്ടതിന് പകരം എന്നെ ഉന്തി ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചു എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഉചിതം. അതും ചെയർമാൻ്റെ കൂടെ. അതെ, അതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് കൈരളിയുടെ ചെയർമാൻ ആണ് മമ്മൂക്ക. അതുകൊണ്ട് അന്നും കണ്ടൊരു പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ആസ് എ പേഴ്സൺ എനിക്ക് ഒരു ഭയമൊന്നും ഇല്ലായിരുന്നു. കാരണം അന്നും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്, ഇന്നും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. എനിക്ക് പൊതുവേ ഫ്രണ്ട്ലി അല്ലാത്ത ആളുകളോട് സംസാരിക്കുന്നത് തന്നെ ഭയങ്കര പേടിയാണ്.